63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മൂന്നാം ദിനവും കണ്ണൂരിന്റെ ആധിപത്യം തുടരുകയാണ്. 670 പോയിന്റുമായാണ് കണ്ണൂർ മുന്നിൽ നിൽക്കുന്നത്. തൃശൂരും കോഴിക്കോടും തൊട്ടു പിന്നിലുണ്ട്. എസ് ഷീജ കലോത്സവത്തിന്റെ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നു. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം ഏതായാലും വാശിയേറിയ പോരാട്ടം തന്നെയാണ് മൂന്നാം ദിനത്തിലും നമുക്ക് കാണാൻ സാധിച്ചത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. കാരണം ഓരോ വേദിയിലും അത്രത്തോളം മികവുറ്റ പ്രകടനങ്ങൾ തന്നെയാണ് വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്നും ഉണ്ടായത്. ഓരോ പ്രത്യേകിച്ചും ഗ്ലാമർ ഇനങ്ങളാകട്ടെ അല്ലാത്ത ഇനങ്ങളാകട്ടെ അതൊന്നും വ്യത്യാസമില്ലാത്ത രീതിയിൽ കുഞ്ഞുങ്ങളുടെ മികവ് അത് തന്നെയായിരുന്നു എല്ലാ വേദിയിലും നമുക്ക് കാണാൻ സാധിച്ചത് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. പ്രത്യേകിച്ച് കുച്ചിപ്പുടി, മോഹിനിയാട്ടം, അതിനു പുറമെ നാടകം, മൂകാഭിനയം, ഇതെല്ലാം വലിയ തോതിൽ പ്രേക്ഷകരുടെ പ്രശംസ പിടിച്ചുപറ്റി എന്നുള്ളത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഏതായാലും മൂന്നാം ദിനത്തിലും എല്ലാ വേദികളിലും കൃത്യമായ രീതിയിൽ തന്നെ മത്സരങ്ങൾ പൂർത്തിയാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എടുത്തു പറയേണ്ടത്. കാരണം അപ്പീലുകൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും സമയക്രമം കൃത്യമായ രീതിയിൽ പാലിക്കാൻ ഇത്തവണ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് സാധിച്ചിട്ടുണ്ട്. ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും എവിടെ നിന്നും റിപ്പോർട്ട് ചെയ്യാത്ത രീതിയിൽ മികവുറ്റ സംഘാടനം അത് തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം എടുത്തു പറയേണ്ടത്. ഏതായാലും സ്കൂൾ കലോത്സവത്തിൽ 249 ഇനങ്ങളാണ് മത്സര ഇനങ്ങളാണുള്ളത്. ഇതിൽ ഏകദേശം 60%-ലധികവും പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൂടി ഈ മൂന്നാം ദിനത്തിന്റെ ഒരു പ്രത്യേകതയായി എടുത്തു പറയേണ്ടതാണ്. എന്തായാലും ഷീജ പറഞ്ഞതുപോലെ പകുതിയിലധികം മത്സരങ്ങൾ പൂർത്തിയാകുമ്പോൾ സംഘാടനം അത് എല്ലാവരും എടുത്തു പറയുന്നുണ്ട്. മത്സരങ്ങൾ അങ്ങനെ ആവേശകരമായി പുരോഗമിക്കുകയാണ്.